Hello everyone, welcome back to my video. ഇന്ന് നമുക്ക് ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റിലെ പാർട്ട് 3 ക്വസ്റ്റ്യൻസ് നോക്കാം. So first question, Lily, a 36-year-old female, made an appointment to talk with her physician about prevention of sexually transmitted disease, including HIV. She saw the same physician 3 months ago for a complete physical. She is asymptomatic at this time but has engaged in some high-risk behavior. During this visit, Lily discussed diagnostic and laboratory test results, family issues, substance abuse, and sexual practices. The visit lasted 30 minutes. What code correctly captured this encounter? ഇവിടെ ലില്ലി എന്ന് പറയുന്നത് ഒരു 36-year-old ഫീമെയിൽ ആണ്. ഓൾറെഡി ഒരു എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആണ്. 3 months ago ഓൾറെഡി വന്നതാണ്. ഇപ്പോൾ ഒരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന് അസിംറ്റമാറ്റിക് ആണ്, ബട്ട് എന്നാലും ഒരു ഹൈ റിസ്ക് ബിഹേവിയറിൽ എൻഗേജ്ഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഡോക്ടറായിട്ടൊന്ന് ടോക്ക് ചെയ്യാണ്. അതായത് പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ പ്രിവെൻറ്റീവ് മെഡിക്കൽ സർവീസസിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് കൗൺസിലിംഗ് റിസ്ക് ഫാക്ടർ റിഡക്ഷൻ ആൻഡ് ബിഹേവിയർ ചേഞ്ച് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഓഫ് കോഡുകൾ അവൈലബിൾ ആണ്. അതായത് ഇവിടെ പാരഗ്രാഫിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രിവെൻറ്റീവ് മെഡിസിൻ കൗൺസിലിംഗ് ആൻഡ് റിസ്ക് ഫാക്ടർ റിഡക്ഷൻ ഇൻ്റർവെൻഷൻസ് വിൽ വേരി വിത്ത് ഏജ് ആൻഡ് ഷുഡ് അഡ്രസ് സച്ച് ആസ് ഇഷ്യൂസ് എസ് ഫാമിലി പ്രോബ്ലംസ്, ഡയറ്റ് ആൻഡ് എക്സസൈസ്, സബ്സ്റ്റൻസ് യൂസ്, സെക്ഷുവൽ പ്രാക്ടീസസ്, ഇഞ്ചുറി പ്രിവെൻഷൻ, ഡെന്റൽ ഹെൽത്ത് ആൻഡ് ഡയഗ്നോസ്റ്റിക് ആൻഡ് ലബോറട്ടറി ടെസ്റ്റ് റിസൾട്ട്സ് അവൈലബിൾ അറ്റ് ദ ടൈം ഓഫ് ദി എൻകൗണ്ടർ. ഈ ഒരു സെക്ഷൻ ഓഫ് കോഡുകൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കൗൺസിലിങ്ങിലൂടെ അല്ലെങ്കിൽ ഒരു പ്രൊമോട്ടിംഗ് ഹെൽത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ഫിസിഷ്യൻ ഒരു ഹെൽത്ത് പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ പേഷ്യൻ്റായിട്ട് ഡിസ്കഷൻ നടത്തുകയാണ്. അപ്പോൾ ഇവിടെ ലില്ലിയുടെ കേസിലും ലില്ലി ഒരു ആനുവൽ എക്സാമിനേഷനൊക്കെ ഓൾറെഡി ഒരു 3 months മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അതായത് കംപ്ലീറ്റ് ഫിസിക്കലൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഒരു ഹൈ റിസ്ക് സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ്ഡ് ആയതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടൊരു കൗൺസിലിംഗ് ആണ് ഇവിടെ മെയിൻലി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ്, അതായത് ഇപ്പം ഫാമിലി ഇഷ്യൂസ്, സബ്സ്റ്റൻസ് അബ്യൂസ്, സെക്ഷൽ പ്രാക്ടീസസ്, ഇങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ട് ഒരു പ്രിവെൻറ്റീവ് മെഡിസിൻ എന്നുള്ള രീതിയിൽ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് കിട്ടുകയാണെങ്കിൽ നമുക്ക് വേറൊരു സെറ്റ് ഓഫ് കോഡുകളുണ്ട്, 99401 തൊട്ട് 404 വരെ. അവിടെ നമ്മൾ ടൈം ഓഫ് ദ വിസിറ്റ്, അതായത് എത്ര ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയിട്ടാണ് കോഡുകൾ എടുക്കുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻസിൽ ഓപ്ഷൻ ഡി 99402 എന്ന് പറയുന്നത് പ്രിവെൻറ്റീവ് മെഡിസിൻ കൗൺസിലിംഗ് ആൻഡ് ഓർ റിസ്ക് ഫാക്ടർ റിഡക്ഷൻ ഇൻ്റർവെൻഷൻ പ്രൊവൈഡഡ് ടു ആൻ ഇൻഡിവിജ്വൽ അപ്രോക്സിമേറ്റ്ലി 30 minutes ആണ്. ഇവിടെയും 30 minutes ആണ് ഈ ഒരു വിസിറ്റിൽ കൗൺസിലിംഗ് കൊടുത്തിട്ടുള്ളത്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ഡി ആണ്. നമ്മൾ ഇവിടെ പ്രിവെൻറ്റീവ് മെഡിസിൻ സർവീസസിൻ്റെ കോഡ് അല്ല എടുക്കേണ്ടത്, നമ്മളതിന് പകരം എടുക്കേണ്ടത് ഈ ഒരു സെക്ഷനിൽ നിന്നാണ്. റിസ്ക് ഫാക്ടർ പ്രിവെൻഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. Next question, Dr. Parish, a pediatrician, continues to follow Rachel, who is not critically ill but require intensive cardiac and respiratory monitoring, frequent checks of her vital signs, nutritional adjustment and oxygen monitoring. Rachel is 32 days old with a current weight of 3,200 grams. Dr. Parish saw Rachel 3 separate times on Tuesday. What code correctly captured Tuesday service? ഇവിടെ ഡോക്ടർ പാരിഷ് ഒരു പീഡിയാട്രീഷ്യൻ ആണ്. റേച്ചൽ എന്ന് പറയുന്ന ഒരു 32 day ഓൾഡ് ആയിട്ടുള്ള ഒരു ബേബീനെ മോണിറ്റർ ചെയ്യാണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി ഫോളോ അപ്പ് ചെയ്യാണ്. ഈ റേച്ചൽ എന്ന് പറയുന്ന ഈ പേഷ്യൻ്റ് ക്രിട്ടിക്കലി ഇല്ലല്ല, ബട്ട് ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള മോണിറ്ററിങ് ആവശ്യമായിട്ട് വരുന്നതാണ്. കാരണം 3,200 grams വെയിറ്റ് ഉള്ളൂ. സോ ആ ബേബിയുടെ ഒരു പേഷ്യൻറ്റിൻ്റെ വൈറ്റൽസും ന്യൂട്രീഷണൽ അഡ്ജസ്റ്റ്മെൻറ്റും ഓക്സിജനും ഒക്കെ ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ഇതൊരു ക്രിട്ടിക്കൽ കെയർ പേഷ്യൻ്റ് അല്ല, അതായത് ക്രിട്ടിക്കൽ കെയർ അല്ല ഇവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ എ, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ ബി മാത്രം നോക്കിയാൽ മതി. ഈ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 99480 ആണ്. ദാറ്റ് ഈസ് സബ്സിക്വൻറ്റ് ഇൻറ്റൻസീവ് കെയർ പെർ ഡേ ഫോർ ദി ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്
of the recovering infant, present body weight of 2501 to 5000 grams ആണ്. അതായത് ഈ ഒരു സെക്ഷനിൽ അത് 99477 തൊട്ട് 99480 വരെയുള്ള കോഡുകളിൽ പറയുന്നത് ഒരു നിയോനേറ്റ് ആണ്, അതായത് ഒരു ന്യൂ ബോൺ ബേബി ആണ്. ബട്ട് ക്രിട്ടിക്കലി ഇല്ലല്ല, പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ടും ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഇൻറ്റൻസീവ് കെയർ ഇവിടെ കൊടുക്കേണ്ടതാണ്. ഇപ്പം ബർത്ത് വെയ്റ്റ് ലോ ആണ്, അങ്ങനെയുള്ള കുട്ടികൾക്ക് ബർത്ത് വെയ്റ്റ് ഒരു പെർട്ടിക്കുലർ ലെവലിലേക്ക് എത്തുന്നത് വരെ അവർ ഇൻറ്റൻസീവ് കെയറിലായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അവർ ക്രിട്ടിക്കൽ ഇൽനെസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അവർക്കൊരു കണ്ടിന്യൂസ് മോണിറ്ററിങ് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ആ ഒരു സെക്ഷൻ ഓഫ് കോഡാണ് ഇനീഷ്യൽ ആൻഡ് കണ്ടിന്യൂയിങ് ഇൻറ്റൻസീവ് കെയർ സർവീസസിൽ വരുന്നത്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ദീ സർവീസസ് ആർ ഫോർ ഇൻഫൻറ്റ്സ് ആൻഡ് നിയോനേറ്റ്സ് ഹു ആർ നോട്ട് ക്രിട്ടിക്കലി ഇൽ ബട്ട് കണ്ടിന്യൂ ടു റിക്വയർ ഇൻറ്റൻസീവ് കാർഡിയാക് ആൻഡ് റെസ്പിറേറ്ററി മോണിറ്ററിംഗ്, കണ്ടിന്യൂസ് ആൻഡ് ഓർ ഫ്രീക്വൻറ്റ് വൈറ്റൽ സൈൻ മോണിറ്ററിംഗ്, ഹീറ്റ് മെയിൻ്റനൻസ്, enteral and or parenteral nutritional adjustments, laboratory and oxygen monitoring and constant observation by the healthcare team under direct supervision of the physician and other qualified healthcare professional. നെക്സ്റ്റ് ലൈനിൽ പറയുന്നത് കോഡ് 99477 to 99480 may be reported by a single individual and only once per day പെർ പേഷ്യൻ്റ് ഇൻ എ ഗിവൺ ഫെസിലിറ്റി ആണ്. അതായത് ഒരു ദിവസത്തിൽ ഈ കോഡുകൾ ഒരു പ്രാവശ്യം മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ ഒരു ഡോക്ടർ ഈ പേഷ്യൻറ്റിനെ 3 times ഒരു ഡേയിൽ, അതായത് ട്യൂസ്ഡേ മാത്രം 3 സെപ്പറേറ്റ് ടൈംസിൽ കണ്ടിട്ടുണ്ട്. ബട്ട് എങ്കിൽ പോലും നമ്മൾ ഒരു ഡേയ്ക്ക് ഒരു കോഡേ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ബി 99480 മാത്രം കൊടുത്താൽ മതി. ഇത് ഇൻറ്റു 3 കൊടുക്കാൻ പാടില്ല, കാരണം പെർ ഡേ ഒരു കോഡേ കൊടുക്കാൻ പാടുള്ളൂ. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി. Next question, patient was in the ER complaining of constipation with nausea and vomiting when taking Zovirax for his herpes zoster and Percocet for pain. His primary care physician came to the ER emergency room and admitted him to the hospital for intravenous therapy and management of his problem. His physician documented a detailed history, comprehensive examination and a medical decision making of moderate complexity which E&M services reported. ഇവിടെ പേഷ്യൻ്റ് എമർജൻസി റൂമിലാണ് കോൺസ്റ്റിപ്പേഷൻ ആയിട്ട് കംപ്ലൈൻറ്റ് ആയിട്ട് വരുന്നത്. കോൺസ്റ്റിപ്പേഷൻ വിത്ത് നോസിയ ആൻഡ് വൊമിറ്റിംഗ് ആണ്. പക്ഷേ ഇവിടെ ആളുടെ പ്രൈമറി കെയർ ഫിസിഷ്യൻ വന്ന് ഡയറക്റ്റ്ലി പേഷ്യൻറ്റിനെ എമർജൻസി റൂമിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ എമർജൻസി റൂമിൻ്റെ കോഡ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം എമർജൻസി റൂമിൽ വെച്ച് പേഷ്യൻറ്റിന് ഒരു സർവീസും കിട്ടിയിട്ടില്ല. പക്ഷേ ഇൻപേഷ്യൻ്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഇവിടെ ഇൻട്രാവീനസ് തെറാപ്പി, മാനേജ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം, അതുപോലെ ഹിസ്റ്ററി എടുക്കുന്നതും എക്സാമിനേഷൻ ചെയ്യുന്നതും MDM മോഡറേറ്റ് കോംപ്ലക്സിറ്റിയിൽ പറയുന്നതെല്ലാം ഇൻപേഷ്യൻ്റ് സർവീസിൽ വരുന്നതാണ്. സോ നമ്മളിവിടെ കോഡുകൾ നോക്കുമ്പോൾ, ഓപ്ഷൻസ് നോക്കുമ്പോൾ ഓപ്ഷൻ എയും ബിയും നമുക്ക് എമർജൻസി റൂമിലെ സർവീസസ് ആണ് പറയുന്നത്. സോ അത് എലിമിനേറ്റ് ചെയ്യുക. ഇനി ഓപ്ഷൻ സിയും ഡിയും നോക്കുമ്പോൾ ഇതിൽ മോഡറേറ്റ് കോംപ്ലക്സിറ്റി വരുന്നത് ഓപ്ഷൻ ഡി 99222 സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. അപ്പോൾ എമർജൻസി റൂമിൽ വെച്ച് എന്തെങ്കിലും പ്രൊസീജിയർ അല്ലെങ്കിൽ സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എമർജൻസി റൂമിൻ്റെയും കോഡ് കൊടുക്കണം. പിന്നെ എങ്ങോട്ടാണോ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് അവിടുത്തെ കോഡ്, അവിടെ എന്തെങ്കിലും സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കോഡും കൊടുത്ത് നമ്മൾ മോഡിഫൈഡ് 25 കൊടുക്കേണ്ടതാണ്. ഓക്കെ, പക്ഷേ ഈ ഒരു കേസിൽ എമർജൻസി റൂമിൽ ഒരു സർവീസും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഒന്നും കോഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 20-day-old infant was seen in the ER by the neonatologist, admitting the baby to NICU for cyanosis and rapid breathing. The neonatologist performed intubation, ventilation management and a complete echocardiogram in the NICU and provided a report for the echocardiography which did indicate congenital heart disease. Select the correct codes for the physician service. ഇവിടെ പേഷ്യൻ്റ് ഒരു 20-day-old ഇൻഫൻ്റ് ആണ്, എമർജൻസി റൂമിലാണ് വന്നത്. പക്ഷെ എന്നാലും നിയോനേറ്റോളജിസ്റ്റ് ഡയറക്റ്റ്ലി NICUലേക്ക് അഡ്മിറ്റ് ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ 20-day-old ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻപേഷ്യൻ്റ് ക്രിട്ടിക്കൽ കെയർ ബിലോ 6 years വരുന്ന കോഡ് റേഞ്ചിൽ നിന്നാണ് നമ്മൾ കോഡുകൾ പിക്ക് ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് 99468 തൊട്ട് 99476 വരെയുള്ള കോഡുകളാണ് പിക്ക് ചെയ്യേണ്ടത്.
സോ ഇനി നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻസിൽ നമുക്ക് ഓപ്ഷൻ ഡിയിൽ 99291 കാണാൻ പറ്റും. അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, കാരണം എന്തായാലും ആ ഒരു കോഡ് നമുക്ക് ആപ്ലിക്കബിൾ അല്ല. പിന്നെ ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്തു. അപ്പോൾ ഈ നിയോനേറ്റോളജിസ്റ്റ് NICUലേക്ക് അഡ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ പേഷ്യൻറ്റിന് ഇൻറ്റുബേഷനും വെന്റിലേഷൻ മാനേജ്മെൻറ്റും പിന്നെ എക്കോ കാർഡിയോഗ്രാമും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എന്താണ് ഇനീഷ്യൽ കെയർ ആയിട്ട് തന്നെയാണ് പേഷ്യൻറ്റിന് കൊടുക്കുന്നത്. സോ ഇവിടെ നമ്മൾ കോഡുകൾ കൊടുക്കേണ്ടത് ഇനീഷ്യൽ ഇൻപേഷ്യൻ നിയോനേറ്റൽ ക്രിട്ടിക്കൽ കെയറിനുള്ള കോഡാണ് കൊടുക്കേണ്ടത്. സോ ഇവിടെ 99471 എന്ന് പറയുന്നതും ഇനീഷ്യൽ ഇൻപേഷ്യൻ പീഡിയാട്രിക് ക്രിട്ടിക്കൽ കെയർ ആണ്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഏജ് ഓഫ് ദി പേഷ്യൻ്റ് നോക്കുക. അതുപോലെ തന്നെ അപ്പം ഓപ്ഷൻ എ 99468 എന്ന് പറയുന്നത് ഇനീഷ്യൽ ഇൻപേഷ്യൻ നിയോനേറ്റൽ ക്രിട്ടിക്കൽ കെയർ പെർ ഡേ ഫോർ ദി ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് എ ക്രിട്ടിക്കലി ഇൽ നിയോനേറ്റ് 28 ഡേയ്സ് ഓഫ് ഏജ് ഓർ യങ്ങർ ആണ്. 28 ഡേയ്സോ അതിന് താഴെയുള്ള നിയോനേറ്റിന് ഇനീഷ്യൽ ക്രിട്ടിക്കൽ കെയർ കൊടുക്കുന്നതാണ് ഇവിടെ പറയുന്നത്. സോ അത് നമ്മുടെ ക്വസ്റ്റിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്, അതവിടെ കീപ്പ് ചെയ്യാം. ഇനി ഓപ്ഷൻ ബിയിലുള്ളതും നമുക്ക് പീഡിയാട്രിക് കെയർ തന്നെയാണ്, ഇൻപേഷ്യൻ്റ് ആണ്, ഇനീഷ്യൽ കെയർ ആണ്. പക്ഷെ അത് 29 ഡേയ്സ് ത്രൂ 2 years 24 months വരെയാണ് പറയുന്നത്. സോ ആ ഒരു ഏജ് ഗ്രൂപ്പ് അല്ല നമ്മുടെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഓപ്ഷൻ സിയിൽ നോക്കുകയാണെങ്കിൽ 99460 ആണ്. ഈ 99460 കൊടുക്കുക എപ്പോഴാണ്? ന്യൂ ബോൺ കെയർ സർവീസിനാണ്, നോർമൽ സർവീസസിനാണ്. അതായത് ഇപ്പോൾ ഒരു ബേബി ബോണായി നോർമലി കിട്ടുന്ന സർവീസുകൾക്കാണ് നമ്മൾ 99460 എന്നുള്ള കോഡ് കൊടുക്കുക. സോ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി എലിമിനേറ്റ് ഓപ്ഷൻ ബിയും സിയും നമുക്ക് അങ്ങനെ വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ള ഈ 31500 94002 എന്നുള്ള കോഡുകളൊക്കെ ഒന്ന് ഈ ഒരു സർവീസസ് ഇൻക്ലൂഡഡിൻ്റെ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ 31500 എന്ന് പറഞ്ഞാൽ എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷൻ ആണ്, അത് ഇൻക്ലൂഡഡ് സർവീസാണ്. അതുപോലെ 94002 എന്ന് പറഞ്ഞാൽ വെന്റിലേറ്ററി മാനേജ്മെൻ്റ് ആണ്, അതും ഇൻക്ലൂഡഡ് സർവീസാണ്. ബട്ട് 93303 എന്ന് പറയുന്നത് ട്രാൻസ്തൊറാസിക് എക്കോ കാർഡിയോഗ്രഫി ഫോർ കൺജനൈറ്റൽ കാർഡിയാക് അനോമാലിറ്റീസ് ആണ്. ഈ ഒരു സർവീസ് ഈ പറഞ്ഞ ക്രിട്ടിക്കൽ കെയർ സർവീസസിൽ ഇൻക്ലൂഡഡ് അല്ല, അതുകൊണ്ട് അത് നമ്മൾ സെപ്പറേറ്റ്ലി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബിയിലും സിയിലും ഓൾറെഡി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സർവീസസ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് എലിമിനേറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ആകെ കൂടിയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. അതിൽ ഇൻപേഷ്യൻ്റ് ഇനീഷ്യൽ ക്രിട്ടിക്കൽ കെയറിനുള്ള കോഡും ഉണ്ട്, അതുപോലെ തന്നെ ഈ എക്കോ കാർഡിയോഗ്രഫിയുടെ കോഡും ഉണ്ട്. പിന്നെ അതിൽ മോഡിഫൈഡ് 25ഉം 26 ഒക്കെ അപ്പൻഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാണ് എന്നൊന്നും നമ്മൾ പിന്നെ ആലോചിക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ബാക്കി ഓപ്ഷൻസിലൊന്നും നമുക്ക് പറ്റിയ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോഡുകളൊന്നുമില്ല. അപ്പോൾ ഇവിടെ എന്തിനാണ് ഇത് കൊടുത്തതെന്നൊന്നും പിന്നെ ആലോചിച്ച് നമ്മൾ ടൈം കളയേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ എ 99468 25 93303 26. Next question, Dr. Jain admitted a 67-year-old woman to the coronary care for an acute myocardial infarction. The admission included high complexity decision making. Dr. Jain visited the patient on days 2 and 3 and documented each day and decision making of moderate complexity. On day 4, Dr. Jain moved the patient to the medical floor and documented straightforward decision making. Day 5, Dr. Jain discharged the patient to home. The discharge took over an hour. How would you report the service from day 1 to day 5 ആണ്. ഇവിടെ ഡോക്ടർ ജെയിൻ ഒരു 67-year-old വുമണിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ അഡ്മിഷൻ ആയിട്ടുണ്ട് പേഷ്യൻ്റ്. അപ്പം ഈ പേഷ്യൻറ്റിൻ്റെ അഡ്മിഷൻ്റെ ടൈമിൽ MDM എന്ന് പറയുന്നത് ഹൈ കോംപ്ലക്സിറ്റി ആണ്. പിന്നെ സെക്കൻഡ് ഡേയും തേർഡ് ഡേയും ഓരോ ദിവസവും മോഡറേറ്റ് കോംപ്ലക്സിറ്റി ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഫോർത്ത് ഡേ ആയപ്പോൾ അത് സ്ട്രെയിറ്റ് ഫോർവേഡായി. ഫിഫ്ത്ത് ഡേ ആയപ്പോൾ അത് ഡിസ്ചാർജ് ഡേ ആണ്. ഡിസ്ചാർജ് ഡേയിൽ മോർ ദാൻ 1 hour ഡിസ്ചാർജ് ടൈമും എടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ കോഡുകൾ നോക്കുമ്പോൾ നമുക്കിവിടെ ഡേ 1 തൊട്ട് ഡേ 5 വരെയുള്ള, അതായത് 1, 2, 3, 4 ആൻഡ് ഡിസ്ചാർജ് ഡേ, ഈ 5 ഡേയ്സിലേക്കുള്ള കോഡുകളാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ വന്നത് ഹൈ കോംപ്ലക്സിറ്റി ആയിട്ടാണ്, പോകുന്നത് എന്തായാലും ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ഏറ്റവും കുറവുള്ള അവസ്ഥയായിട്ടായിരിക്കും പോവുക. അതായത് ആ ഒരു കണ്ടീഷന് കുറഞ്ഞ് ഏറ്റവും താഴെയുള്ള കണ്ടീഷനായി അല്ലെങ്കിൽ താഴെയുള്ള ലെവലിൽ എത്തിയിട്ടായിരിക്കും പേഷ്യൻ്റ് പോകുന്നത്.
അപ്പോൾ നമുക്ക് ഇവിടെ കോഡുകൾ എടുക്കുമ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഡിസ്ചാർജ് ഡേയിൽ പേഷ്യൻറ്റിന് ഡിസ്ചാർജ് ടൈം എന്ന് പറയുന്നത് മോർ ദാൻ 1 hour ആണ്. സോ 30 minutesന് മുകളിൽ വരുമ്പോൾ നമ്മൾ 99239 ആണ് കൊടുക്കുക. ആ ഒരു കോഡ് ഫിക്സ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഉള്ളത് നമ്മൾ എങ്ങനെയാണ് കോഡ് ചെയ്യാമെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മുടെ ഈ കോഡുകളുടെ ലാസ്റ്റത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് ആ കോംപ്ലക്സിറ്റീനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ ഹൈ കോംപ്ലക്സിറ്റി ആണെങ്കിൽ 99223 ആണ്, ലാസ്റ്റിൽ 3 ആണ് വന്നത്. പിന്നെ മോഡറേറ്റ് കോംപ്ലക്സിറ്റി ആയപ്പോൾ 2 ആണ് ലാസ്റ്റിൽ വന്നത്, 99232 ആണ് വന്നത്. പിന്നെ അപ്പം 2 ദിവസം മോഡറേറ്റ് ആയതുകൊണ്ട് നമുക്ക് 2 കോഡിൻ്റെയും ലാസ്റ്റ് 2 ആയിരിക്കും വരുന്നത്. പിന്നെ വരുന്ന ഡേയിൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയതുകൊണ്ട് അവിടെ ലാസ്റ്റ് 1 ആണ് ക്യാരക്ടർ വരിക. 3, 2, 1 ആ രീതിയിലായിരിക്കും നമ്മുടെ കോംപ്ലക്സിറ്റി വരിക. അപ്പോൾ ഇവിടെ ഹൈ ഫസ്റ്റ് ഡേ, പിന്നെ 2 ദിവസം മോഡറേറ്റ്, പിന്നെ 4ാമത്തെ ദിവസം നമുക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സെയിം പാറ്റേണിൽ കോഡുകൾ അറേഞ്ച് ചെയ്തുള്ള കാണാൻ പറ്റും. ഫസ്റ്റ് കോഡിൽ 3 ആണ്, പിന്നെ 2 2 ആണ്, പിന്നെ 1 ആണ്, പിന്നെ ലാസ്റ്റ് ഡിസ്ചാർജിൻ്റെ കോഡുമാണ്. സോ അങ്ങനെയുള്ള ട്രിക്കുകൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇതുപോലെയുള്ള വലിയ ക്വസ്റ്റ്യനിൽ കുറേ കോഡുകൾ വരുന്ന ക്വസ്റ്റ്യനിൽ ഇതുപോലെ നമുക്ക് ഷോർട്ട് കട്ടിലൂടെ കോഡുകൾ പിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. അതിൽ ഹൈ കോംപ്ലക്സിറ്റിയുടെ കോഡുണ്ട്, 2 മോഡറേറ്റിൻ്റെ കോഡുണ്ട്, ഒരു സ്ട്രെയിറ്റ് ഫോർവേഡും ഉണ്ട്, ഒരു ഡിസ്ചാർജിൻ്റെ കോഡും ഉണ്ട്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. So next question, a 42-year-old patient came to office with COPD exacerbation. The physician discussed the patient's condition with a pulmonologist for getting a better management called the physician service. അതായത് ഇവിടെ ഒരു 42-year-old പേഷ്യൻ്റ് വന്നിട്ടുള്ളത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് വിത്ത് എക്സാസർബേഷൻ ആണ്. അപ്പോൾ ഫിസിഷ്യൻ എന്താണ് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ ഒരു പൾമനോളജിസ്റ്റിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്ത് ഒരു ബെറ്റർ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സർവീസാണ് നമ്മൾ കോഡേണ്ടത്. ഇവിടെ നമ്മളോട് ഏത് കോംപ്ലക്സിറ്റി ആണ് MDM എന്ന് പറഞ്ഞിട്ടില്ല, അതായത് ഏത് ലെവൽ ഓഫ് MDM ആണ് എന്ന് പറഞ്ഞിട്ടില്ല. സോ ഇവിടെ ഓഫീസ് വിസിറ്റാണ്, ഓഫീസ് ഒരു ഔട്ട് പേഷ്യൻറ്റ് വിസിറ്റ് ആണെന്ന് മനസ്സിലായി. ഇനി ഇവിടെ COPD വിത്ത് എക്സാസർബേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. COPD എന്ന് പറയുന്നത് ഒരു ക്രോണിക് ഇൽനെസ് ആണ്. സോ വിത്ത് എക്സാസർബേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോബ്ലം ടേബിൾ നമ്പർ ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് പ്രോബ്ലംസ് അഡ്രസ്ഡ് അറ്റ് ദി എൻകൗണ്ടർ എന്നുള്ള ടേബിളിൽ നമുക്ക് അവിടെ അത് മോഡറേറ്റ് ആയിട്ട് എടുക്കാം. കാരണം 1 or more ക്രോണിക് ഇൽനെസ് വിത്ത് എക്സാസർബേഷൻ പ്രോഗ്രഷൻ ഓർ സൈഡ് ഇഫക്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മോഡറേറ്റ് ലെവലിലാണ് വരുന്നത്. സോ ഇവിടെ ഒരു ക്രോണിക് ഇൽനെസ് വിത്ത് എക്സാസർബേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് പ്രോബ്ലം ടേബിളിൽ നമുക്ക് മോഡറേറ്റ് ആയിട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് ലൈനിൽ പറയുന്നത് ഈ ഒരു പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനെ പറ്റി ഫിസിഷ്യൻ ഒരു പൾമനോളജിസ്റ്റ് ആയിട്ട് ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എമൗണ്ട് ആൻഡ് ഓർ കോംപ്ലക്സിറ്റി ഓഫ് ഡേറ്റ ടു ബി റിവ്യൂഡ് ആൻഡ് അനലൈസ്ഡ് നമ്മുടെ ഡേറ്റ ടേബിളിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഡിസ്കഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഓർ ടെസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞ് മോഡറേറ്റിലെ കാറ്റഗറി 3, അതായത് ഡിസ്കഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഓർ ടെസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ വിത്ത് എക്സ്റ്റേണൽ ഫിസിഷ്യൻ ഓർ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഒരു അപ്രോപ്രിയേറ്റ് സോഴ്സാണ്. അതായത് ഒരു ഫിസിഷ്യൻ ഒരു പ്രൊഫഷണൽ വേറൊരു പ്രൊഫഷണലിൻ്റെ അടുത്ത് അല്ലെങ്കിൽ വേറൊരു ഫിസിഷ്യൻ്റെ അടുത്ത് ഒരു കാര്യത്തിനെ പറ്റി ബെറ്റർ മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് ഡിസ്കഷൻ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ മോഡറേറ്റ് കോംപ്ലക്സിറ്റി ആയിട്ടാണ് എടുക്കുക. അപ്പോൾ ഈ ഒരു മോഡറേറ്റ് കോംപ്ലക്സിറ്റിയിൽ പറയുന്ന എന്താ, മസ്റ്റ് മീറ്റ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് അറ്റ്ലീസ്റ്റ് 1 out of the 3 categories. ഈ മോഡറേറ്റ് കോംപ്ലക്സിറ്റി ഡേറ്റ ടേബിളിലെ മോഡറേറ്റിൽ 3 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റായിട്ട് വന്നാൽ മതി. അപ്പോൾ ഇവിടെ നോക്കുമ്പം നമ്മുടെ ഫിസിഷ്യൻ എന്താ പൾമനോളജിസ്റ്റിനോട് ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട് ഇതിനെപ്പറ്റി ഒരു ബെറ്റർ മാനേജ്മെൻറ്റിനെ പറ്റി. അപ്പോൾ നമ്മൾ നോക്കുമ്പം പിന്നെ നമുക്കിവിടെ പേഷ്യൻറ്റിൻ്റെ റിസ്ക് ഓഫ് കോംപ്ലിക്കേഷൻ ഏതാണെന്നൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഈ 3 എലമെൻറ്റ്സിലും നമ്പർ ഓഫ് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് പ്രോബ്ലം, എമൗണ്ട് ആൻഡ് ഓർ ഡേറ്റ, കോംപ്ലക്സിറ്റി ഓഫ് ഡേറ്റയും റിസ്ക് ഓഫ് കോംപ്ലിക്കേഷൻസ്, ഈ 3 എലമെൻറ്റ്സിൽ ഏതെങ്കിലും 2 എണ്ണം കറക്റ്റായിട്ട് നമുക്ക് വരികയാണെങ്കിൽ 2 out of 3 വരികയാണെങ്കിൽ നമുക്ക് ആ പെർട്ടിക്കുലർ കോംപ്ലക്സിറ്റി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ പ്രോബ്ലം എന്ന് പറയുന്നത് മോഡറേറ്റ് ആണ്, പിന്നെ എമൗണ്ട് ആൻഡ് ഓർ ഡേറ്റ ടേബിളിലും നമുക്ക് പറയുന്നത് മോഡറേറ്റ് ആണ്. സോ 2 എണ്ണം മോഡറേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു വിസിറ്റിനെ മോഡറേറ്റ് MDM ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ഇവിടെ എല്ലാം
നമുക്ക് എന്താണ് ഔട്ട് പേഷ്യൻ്റ് ഓഫീസ് വിസിറ്റിൻ്റെ കോഡുകൾ തന്നെയാണ്, ഡിഫറെൻറ്റ് കോംപ്ലക്സിറ്റി ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഏതാണ് മോഡറേറ്റ് ലെവൽ ഓഫ് MDM വരുന്ന കോഡ് എന്ന് നോക്കുക. അതിൽ ഓപ്ഷൻ ഡി ആണ്, 99204 ആണ് മോഡറേറ്റ് കോംപ്ലക്സിറ്റിയിൽ വരുന്നത്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ഡി. Next question, 80-year-old patient is returning to the gynecologist office for pessary cleaning. Patient offers no complaints. The nurse removes and cleans the pessary. Vagina is swabbed with betadine and pessary replaced. For follow-up in 4 months, what CPT and ICD code should be used for the service? ഇവിടെ 80-year-old ആയിട്ടുള്ള പേഷ്യൻ്റ് റിട്ടേണിംഗ് ടു ഗൈനക്കോളജിസ്റ്റ് ഓഫീസാണ്, അതായത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആണ്. പേഷ്യൻറ്റിന് വേറെ കംപ്ലയിൻസ് ഒന്നുമില്ല. നേഴ്സ് ഒരു ക്ലീനിങ് ആൻഡ് റീപ്ലേസ്മെൻറ്റിന് വേണ്ടി വരുന്നതാണ് പേഷ്യൻ്റ്. അപ്പോൾ ഇവിടെ നേഴ്സാണ് ഈ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യുന്നത്, ഈ സർവീസൊക്കെ ചെയ്തു കൊടുക്കുന്ന നേഴ്സാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ക്ലീനിങ് ആൻഡ് റീആപ്ലിക്കേഷൻ അല്ലെങ്കിൽ റീപ്ലേസ്മെൻ്റ് ഒക്കെ ഒരു നേഴ്സിന് ചെയ്യാവുന്നതാണ്. ഒരു ഡോക്ടർ ഡയറക്റ്റ്ലി അവിടെ പ്രസൻറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആണ്, അതുപോലെ ഒരു ഫിസിഷ്യൻ്റെ പ്രസൻസ് ആവശ്യമില്ലാത്തതുമാണ്. സോ ഓപ്ഷൻ എയും സിയും പറയുന്നത് ഒരു ന്യൂ പേഷ്യൻറ്റിൻ്റെ കോഡുകളാണ്, അതുകൊണ്ട് അത് എലിമിനേറ്റ് ചെയ്ത് കളയാം. പിന്നെ ബിയും ഡി ആണ്. ഒരെണ്ണത്തിൽ 99211 ദാറ്റ് ഇസ് ഓഫീസ് ഓർ അതർ ഔട്ട് പേഷ്യൻറ്റ് വിസിറ്റ് ഫോർ ദി ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് എൻ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റ് ദാറ്റ് മേ നോട്ട് റിക്വയർ ദ പ്രസൻസ് ഓഫ് എ ഫിസിഷ്യൻ ഓർ അതർ ക്വാളിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണ്. ഇനി 99212 എന്ന് പറഞ്ഞാൽ അവിടെ ഓഫീസ് ഓർ അതർ ഔട്ട് പേഷ്യൻറ്റ് വിസിറ്റിൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ഡിസിഷൻ മേക്കിംഗ് ഒക്കെയാണ് പറയുന്നത്. സോ നമ്മുടെ ഈ ക്വസ്റ്റിൽ നേഴ്സിന് ചെയ്യാവുന്ന വർക്ക് മാത്രമേ അല്ലെങ്കിൽ സർവീസേ ഇവിടെയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു ഫിസിഷ്യൻ്റെയോ ഒരു പ്രൊഫഷണലിൻ്റെയോ ആവശ്യം ഇവിടെ വരുന്നില്ല. സോ നമ്മുടെ ആൻസർ ഇസ് ഓപ്ഷൻ ബി, 99211. So thank you everyone for watching.